Hi students, today we are going to discuss interbank participation certificate and money market mutual fund. Okay, in the last classes we have discussed about various money market instruments, certificate of deposit, call money, etc. Today we are going to discuss about two other money market instruments called interbank participation certificate and money market mutual fund. Okay. So first of all, we are going to discuss about interbank participation certificate. Okay, interbank participation certificate എന്നറിയപ്പെടുന്നത് ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്നറിയപ്പെടുന്നത് ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അത് കൊണ്ടുവന്നിട്ടുള്ള ഏത് വർഷത്തിലാണെന്ന് നോക്കണം. 1977 in 1977 introduced interbank participation certificate in money market. It is a money market instrument. പിന്നെ പറയുന്നു, this instrument is used for even out the excess അറിയുമ്പോൾ അധികമായി വരുന്നത്, even out the excess surplus funds with the banking system. ബാങ്കിംഗ് സിസ്റ്റത്തിൽ, ബാങ്കിംഗ് സംവിധാനത്തിൽ അധികമായിട്ട് വരുന്ന അധികമായിട്ട് വരുന്ന എമൗണ്ടിനെ അതിനെ ഈവൺ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ വീണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത്. ബാങ്കിംഗ് സിസ്റ്റത്തിൽ സർപ്ലസ് ആയി വരുന്ന എമൗണ്ടിനെ എന്ത് ചെയ്യാൻ, ഈവൺ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, the issuing bank is required to repay the amount of certificate on the due date to the purchaser of the participation certificate. Okay, ഏത് ബാങ്കാണ് ശ്രദ്ധിക്കുക, ഇഷ്യൂയിങ് ബാങ്ക് എന്ന് വെച്ചാൽ ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയപ്പെടുന്ന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക്. ഓക്കെ, സ്പോൺസേർഡ് ബാങ്ക് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇഷ്യൂയിങ് ബാങ്ക്, ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ബാങ്ക് ഈസ് റിക്വയർഡ്, അവർ ചെയ്തിരിക്കണം ടു റീപേ ദ എമൗണ്ട്, തിരികെ നൽകിയിരിക്കണം പണം, ടു റീപേ ദ എമൗണ്ട് ഓഫ് സർട്ടിഫിക്കറ്റിന്റെ പണം തിരിച്ചു നൽകിയിരിക്കണം ഓൺ ദ ഡ്യൂ ഡേറ്റ് ആവുമ്പോൾ, മെച്യൂരിറ്റി ഡേറ്റ് ആവുമ്പോൾ, ടു ദ പർച്ചേസർ ഓഫ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. ആരാണോ ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ളത് അയാൾക്ക് മെച്യൂരിറ്റി പീരീഡ് ആവുമ്പോൾ ആരാണ് ഈ ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ബാങ്ക്, അവരെന്ത് ചെയ്തിരിക്കണം, ആ പണം ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യണം, എമൗണ്ട് തിരികെ കൊടുക്കണം, മെച്യൂരിറ്റി പീരീഡ് ആവുമ്പോൾ. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇഷ്യൂയിങ് ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്, സെല്ലർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ സെല്ലറാണ്, എന്താ സെല് ചെയ്യുന്നത്, ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് സെല് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള വ്യക്തിയുണ്ട്, അയാൾക്ക് മെച്യൂരിറ്റി പീരീഡ് ആവുമ്പോൾ സെല്ലർ എന്ത് ചെയ്തിരിക്കണം, ഇങ്ങോട്ട് പണം കൊടുത്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ബാങ്ക്, ആ ബാങ്ക് എന്ത് ചെയ്യുന്നു, മെച്യൂരിറ്റി പീരീഡ് ആവുമ്പോൾ ആ ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റിലൂടെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും, ബാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു എമൗണ്ട്, ആ പണത്തെ എന്ത് ചെയ്തിരിക്കണം, തിരികെ നൽകിയിരിക്കണം. ഓക്കെ, ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ടിന്റെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകളെയും ഒക്കെ സഹായിക്കുന്നതാണ്. ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് റിക്വയർമെന്റ്സിനെ സഹായിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരു സ്പോൺസേർഡ് ബാങ്ക് അല്ലെങ്കിൽ ഒരു ബാങ്ക്, ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക്, അവർക്ക് എന്ത് ചെയ്യണം, ഫണ്ട് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അവരൊരു ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, അവർ ഇഷ്യൂ ചെയ്യും. ഏതിന്റെ മുകളിൽ, അവരുടെ ലോൺ പെർസെന്റേജിന് മുകളിൽ, ലോൺ അക്കൗണ്ടിന്റെ നിശ്ചിത ശതമാനം, അവരുടെ ലോൺ അക്കൗണ്ടിന്റെ നിശ്ചിത ശതമാനം എന്ത് ചെയ്യും, അവര് ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യും, അവര് ഇഷ്യൂ ചെയ്യും. എന്നിട്ട് പണം കരസ്ഥമാക്കും. അത് ആ സർട്ടിഫിക്കറ്റിന് നിശ്ചിത കാലാവധി, ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. ആ പീരീഡ് ആവുമ്പോൾ ഈ ഇന്റർബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താലുള്ള ബാങ്ക് എന്ത് ചെയ്യണം,
ആ സമയമാകുമ്പോൾ ആരാണോ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ളത് അയാൾക്ക് ആ സർട്ടിഫിക്കറ്റിന്റെ പണം തിരികെ നൽകണം, റീപേ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഷോർട്ട് ടേം ആയിട്ടുള്ള ബാങ്ക്സിന്റെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. ഇൻ ദിസ് മെത്തേഡ് an issuing bank issue interbank participation certificate to a purchaser for the money for an amount. In the maturity date, the issuing bank should repay തിരികെ നൽകണം the amount of certificate to the purchaser. പർച്ചേസർക്ക് എന്ത് ചെയ്യണം? ആ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്ക് ആ പണം തിരികെ നൽകണം എന്നാണ് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് 2 types of interbank participation certificate. രണ്ട് തരത്തിലുള്ള interbank participation certificate ആണുള്ളത്. ഫസ്റ്റ് വൺ റിസ്ക് ഷെയറിംഗ് ബേസിസ്. ഒന്നാമത്തേതാണ് റിസ്ക് ഷെയർ ചെയ്യുന്ന ബേസിലാണ്. റിസ്ക് അവിടെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യപ്പെടും. രണ്ടാമത്തേതോ വിത്തൗട്ട് റിസ്ക് ഷെയറിംഗ്, റിസ്ക് ഷെയർ ചെയ്യാത്ത ബേസിസിലുള്ള അടിസ്ഥാനത്തിലുള്ള. റിസ്ക് ഷെയർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ളതും റിസ്ക് ഷെയർ ചെയ്യപ്പെടാതെ അടിസ്ഥാനത്തിലുമായിട്ട് രണ്ട് തരത്തിലാണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന സർട്ടിഫിക്കറ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓൾ ദി ഷെഡ്യൂൾഡ് ബാങ്ക്സ് excluding RRB is confined to interbank participation certificate. എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും അതിൽ നിന്ന് ആരെ ഒഴിവാക്കിയിട്ടുണ്ട്? റീജിയണൽ റൂറൽ ബാങ്ക് RRB ഒഴികെയുള്ള എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും എന്ത് ചെയ്യാൻ പറ്റവർക്ക്? എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് റിസോഴ്സ് അല്ലെങ്കിൽ ഫണ്ട് കളക്ട് ചെയ്യുവാൻ സാധിക്കും. ആർക്ക് പറ്റില്ല? എക്സ്ക്ലൂഡിംഗ്, ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് റീജിയണൽ റൂറൽ ബാങ്ക്. പിന്നെ പറയുന്ന മെച്യൂരിറ്റി പീരീഡ് ആണ്. ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റിന്റെ മെച്യൂരിറ്റി പീരീഡ് 91 മുതൽ 180 ദിവസം വരെ, 91 to 180 days of maturity to the interbank participation certificate. The rate of interest ഫിക്സ് ചെയ്യുന്നത് ബാങ്ക് അതുപോലെയുള്ള ഇതിൽ ഡീൽ ചെയ്യപ്പെടുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. മെയിനായിട്ട് ബാങ്കുകൾ തന്നെയാണ്, പാർട്ടീസ് ആണ്. ഇവിടെ ട്രാൻസാക്ഷൻ നടത്തുന്ന, ഇടപാടിൽ ഏർപ്പെടുന്ന പാർട്ടീസ് ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. But the minimum rate of interest 14%, 14%. Minimum rate of interest is 14%, 14%. Okay, and the last one, the aggregate of interbank participation certificate at the time of issue not exceed 40% of the outstanding in the loan account. ഒരു ബാങ്കിന്റെ ലോൺ അക്കൗണ്ടിന്റെ 40% കൂടുതൽ, ശ്രദ്ധിക്കുക, ഒരു ബാങ്കിന്റെ ലോൺ അക്കൗണ്ടിന്റെ 40%, 40% കൂടുതലായിക്കൊണ്ട് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതായത് മൊത്തം അഗ്രിഗേറ്റ് ആയിട്ട് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് ബാങ്കിന്റെ ലോൺ അക്കൗണ്ടിന്റെ 40% കൂടുവാൻ പാടുള്ളതല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്നറിയപ്പെടുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. 1987 കൊണ്ടുവന്നിട്ടുള്ളത്. ബാങ്കിന്റെ കയ്യിൽ വരുന്ന സർപ്ലസ് ഫണ്ടിനെ എവിടെയെങ്കിലും നിക്ഷേപിക്കാൻ, ഇവൺ ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗമാണത്. ബാങ്കുകൾക്ക് ഷോർട്ട് ടേം ആയിട്ട് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണിത്. അതുപോലെ തന്നെ ഇഷ്യൂയിങ് ബാങ്ക് എന്ത് ചെയ്തിരിക്കണം? മെച്യൂരിറ്റി പീരീഡ് ആവുമ്പോൾ ആ പണം, ഈ സർട്ടിഫിക്കറ്റിലൂടെ കരസ്ഥമാക്കിയിട്ടുള്ള പണം ആ സർട്ടിഫിക്കറ്റ് പർച്ചേസ് ചെയ്ത വ്യക്തിക്ക് എന്ത് ചെയ്യാം? തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. റിസ്ക് ഷെയറിംഗ് ബേസിസിലും വിത്തൗട്ട് റിസ്ക് ഷെയറിംഗിലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റിനെ തരംതിരിക്കുന്നുണ്ട്. All the scheduled banks excluding RRB, റീജിയണൽ റൂറൽ ബാങ്ക് ഒഴികെയുള്ള മറ്റെല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും എന്ത് ചെയ്യാം? ഇത്തരത്തിൽ ഫണ്ട് റൈസ് ചെയ്യാൻ സാധിക്കും. മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 91 മുതൽ 180 ദിവസം വരെയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മിനിമം 14% ആണ്. അതുപോലെ തന്നെ മൊത്തം ബാങ്കിന്റെ ലോൺ അക്കൗണ്ടിന്റെ 40% കൂടുതലായിക്കൊണ്ട് ഈ പറയപ്പെടുന്ന ഇന്റർ ബാങ്ക് സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്. MMF, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. ഓക്കെ, അത് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് that only invest in money market instruments.
നമുക്ക് ആദ്യം പറയാം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയപ്പെടുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയപ്പെടുന്നത് ചില നിക്ഷേപകർക്ക് മാർക്കറ്റുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടാവില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാർഗമാണ് ഇത് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു ട്രസ്റ്റ്, മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി ഉണ്ടാവും, ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഉണ്ടാവും. ആ കമ്പനിയിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നില്ല, മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ആ മണി മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്ത് ചെയ്യും, അത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കിയിട്ട് അതിൽ സർട്ടൻ പെർസെന്റേജ് എന്ത് ചെയ്യും, നമുക്ക് ലാഭമായിട്ട് തരികയാണ് ചെയ്യുന്നത്. മാർക്കറ്റിലെ റിസ്കിന് ബാധകമായിട്ടുള്ളതാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ പറയുന്നത് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്നറിയപ്പെടുന്നത് ഒരു മ്യൂച്വൽ ഫണ്ടാണ്. It is a mutual fund based on money market instruments. Money market mutual fund is based on money market instrument. Treasury bill, commercial paper, certificate of deposit തുടങ്ങിയിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ കാലാവധി 1 year ആണ്. The maturity period up to 1 year, and it is a very liquid financial instrument because it is based on money market instruments. Very liquid ആണ്, പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. Money market instruments are safe and liquid. Money market instruments അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളെല്ലാം സേഫ് ആണ്, റിസ്ക് കുറവുള്ളതാണ്, അതുപോലെ ലിക്വിഡ് ആണ്. പേയ്മെന്റിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല, കൗണ്ടർ പാർട്ടി റിസ്ക് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആർ സേഫ് ആൻഡ് ലിക്വിഡ്. അപ്പൊ ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ബേസ് ചെയ്തിട്ടുള്ള മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുകളും എന്താണ്, സേഫ് ആണ്, ലിക്വിഡ് ആണ്. അതുപോലെ തന്നെ ഗോൾ ഓഫ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഈസ് ടു പ്രിസർവ്. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു പ്രിസർവ് ചെയ്യാൻ, എന്താ, സംരക്ഷിക്കുക. എന്താ സംരക്ഷിക്കുന്നത്? ദ പ്രിൻസിപ്പൽ എമൗണ്ട് while yielding a modest return. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതായ തുകയെ, നമ്മൾ നിക്ഷേപിച്ചതായ തുകയെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ടിനെ സംരക്ഷിക്കുക. ഒരാൾ ബാങ്കിൽ എന്ത് ചെയ്യുന്നു, 10 ലക്ഷം നിക്ഷേപിക്കുന്നു. അപ്പോൾ ആ 10 ലക്ഷമാണ് അയാളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്നറിയപ്പെടുന്നത്. നിക്ഷേപിച്ച ബേസ്, അടിസ്ഥാന തുക, നിക്ഷേപിച്ചതായ അടിസ്ഥാന തുകയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഇവിടെ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ടു പ്രിസർവ് ദ പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ നിക്ഷേപിച്ചതായ പ്രിൻസിപ്പൽ എമൗണ്ടിനെ സംരക്ഷിക്കുക, അതിൽ നിന്ന് 1 രൂപ പോലും കുറയാത്ത രീതിയിൽ സംരക്ഷിക്കുക. വൈൽ യീൽഡിംഗ് എ മോഡസ്റ്റ് റിട്ടേൺ, ഒരു മോഡസ്റ്റ് ആയിട്ട് ന്യായമായ ഒരു മിനിമം റിട്ടേൺ കിട്ടിക്കൊണ്ട് നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിനെ പ്രിസർവ് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളതാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിന്റെ ലക്ഷ്യം. മാത്രമല്ല മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടും മാർക്കറ്റിലെ റിസ്കിന് ബാധകമാണ് അല്ലേ? നിങ്ങൾ പരസ്യത്തിൽ കാണാറുണ്ട് അല്ലേ, മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിലും റിസ്ക് ഉണ്ട്, ഇല്ല എന്നല്ല. ബിഫോർ ഇൻവെസ്റ്റിംഗ് അവെയർ ടു ദി ഇൻട്രസ്റ്റ് റേറ്റ്. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റിൽ അവൈലബിൾ ആയ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് നമ്മൾ നല്ലവണ്ണം അവെയർ ആയിരിക്കണം, നമുക്ക് അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് പറയുന്ന ടൈപ്സ് ആണ്. പ്രധാനമായും 2 തരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിനെ തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. അതിൽ പറയുന്നത് ദീസ് ഫണ്ട്സ് ആർ ഹോൾഡ് ബൈ ഗവൺമെന്റ്. ഈ ഫണ്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണ്? ഗവൺമെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ബിസിനസ് ഫേം, വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ, ഗവൺമെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പോലെയുള്ള ആളുകൾ ഹോൾഡ് ചെയ്തിട്ടുള്ള ഫണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്നറിയപ്പെടുന്നത്. ഇവിടെ ഡീൽ ചെയ്യപ്പെടുന്നത് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണിയാണ്. ഇവിടെ പാർക്ക് ചെയ്യപ്പെടുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണിയാണ്. കാരണം ഇവിടെ ആരാണ് ഫണ്ട് ഹോൾഡ് ചെയ്തിരിക്കുന്നത്? ഗവൺമെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ബിസിനസ് ഫേംസ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി എന്തെങ്കിലും പാർക്ക് ചെയ്തിരിക്കും. അതിലുണ്ടാവും ഈ മ്യൂച്വൽ ഫണ്ടിലെ പൂളിംഗ് മണി എന്ന് പറയുന്നത് ഒരുപാട് എമൗണ്ട് ഉണ്ടായിരിക്കും. റീറ്റെയിൽ, സെക്കൻഡ് വൺ റീറ്റെയിൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്നറിയപ്പെടുന്നത് പാർക്കിംഗ് മണി
ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് പണം വെക്കുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഇത് റീറ്റെയിൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്നറിയപ്പെടുന്നത്. പിന്നെ ലിമിറ്റ് ദ ലിമിറ്റ് ഓഫ് റൈസിംഗ് റിസോഴ്സസ് അണ്ടർ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഷുഡ് നോട്ട് എക്സീഡ് 2% ഓഫ് സ്പോൺസറിംഗ് ബാങ്ക്സ് ആവറേജ് അഗ്രിഗേറ്റ് ഡെപ്പോസിറ്റ്. ലിമിറ്റ് ആണ്, മിനിമം എത്ര വരെയാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിലൂടെ എത്ര വരെ തുക, എത്രത്തോളം വരുമാനം, എത്രത്തോളം റിസോഴ്സ് നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ലിമിറ്റ് ആണ്, അതിന്റെ പരിധിയാണ് പറയുന്നത്. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിലൂടെ ഫണ്ട് റൈസ് ചെയ്യുന്നതിന്, റിസോഴ്സുകൾ റൈസ് ചെയ്യുന്നതിന് ലിമിറ്റ് എന്ന് പറയുന്നത് കൂടാൻ പാടില്ല. എത്രയിലാണ്? 2% ഓഫ് സ്പോൺസറിംഗ് ബാങ്ക്സ് ആവറേജ് അഗ്രിഗേറ്റ് ഡെപ്പോസിറ്റ്. സ്പോൺസറിംഗ് ബാങ്ക് ഏതാ? നമ്മളുടെ ഈ പറയുന്ന മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കാണ് ഇത്. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക്, ഇവിടെയുണ്ട് സ്പോൺസറിംഗ് ബാങ്ക്, ഇഷ്യൂ ചെയ്യുന്ന ബാങ്കാണ് ഇത് സ്പോൺസറിംഗ് ബാങ്ക്. അപ്പൊ ഈ സ്പോൺസറിംഗ് ബാങ്കുകളുടെ ആവറേജ് അഗ്രിഗേറ്റ് ഡെപ്പോസിറ്റിന്റെ 2% കൂടാൻ പാടില്ല മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിലൂടെ നമ്മൾ റൈസ് ചെയ്യുന്ന തുക. അതായത് സ്പോൺസറിംഗ് ബാങ്കുകളുടെ ആവറേജ് അഗ്രിഗേറ്റ് ഡെപ്പോസിറ്റിന്റെ 2% കൂടാൻ പാടില്ല മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിലൂടെ നമ്മൾ റൈസ് ചെയ്യുന്ന തുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഒരു ബാങ്കിന് 50 കോടിയിൽ കൂടുതൽ, 50 കോടിക്ക് കുറവെയാണ് ആവറേജ് അഗ്രിഗേറ്റ് ഡെപ്പോസിറ്റ് എങ്കിൽ ആ ബാങ്കിന് മറ്റൊരു ബാങ്കുമായി ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഇറക്കാവുന്നതാണ്. പിന്നെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് NRI ഇന്റൻഡ് ടു ഇൻവെസ്റ്റ് ഇൻ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. ഇൻഡിവിജ്വൽസ് അതുപോലെ NRI എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നോ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ കണക്കൊന്നുമില്ല. മിനിമം എക്സ്പയറി പീരീഡ് 46 ഡേയ്സ്, 46 ദിവസമാണ് മിനിമം ലോക്ക് പീരീഡ് എന്നറിയപ്പെടുന്നത്. പിന്നെ ക്യാപിറ്റൽ അല്ലെങ്കിൽ റിസോഴ്സസ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിലൂടെ, ഈ പറയുന്ന മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതായ റിസോഴ്സുകളെ വീണ്ടും എവിടെ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ്, ചില ലിമിറ്റുകൾ കൊടുത്തിട്ടുണ്ട്, മിനിമം ലിമിറ്റുകൾ. ട്രഷറി ബില്ല്, ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ മിനിമം 25% എന്ത് ചെയ്യാം? മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം. അതുപോലെ കോൾ മണി ഓർ നോട്ടീസ് മണി എന്ത് ചെയ്യാം? എന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിന് മിനിമം 30% നിക്ഷേപിക്കാം. അതുപോലെ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിന് 15% മിനിമം നിക്ഷേപിക്കാം. കൊമേഴ്ഷ്യൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൽ എന്തില്ല? ഒരു ലിമിറ്റും പറഞ്ഞിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, രണ്ടാമത്തത് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു.